വയനാട് ഉരുൾപൊട്ടലിൽ ഒരു നാട് മുഴുവൻ മനുഷ്യസാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളിലും ഏർപ്പെടുമ്പോൾ ഇത് മുതലെടുത്ത് ചിലർ കവർച്ചക്കാരായി എത്തുന്നുവെന്ന് പോലീസ്. ദുരന്തഭൂമിയിൽ മോഷ്ടാക്കളുടെ സാന്നിധ്യമുണ്ടെന്ന് മേപ്പാടി പോലീസ് മുന്നറിയിപ്പ് നൽകി. ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ അവശേഷിപ്പുകൾ കവർച്ച ചെയ്യാനാണ് ഇവരെത്തുന്നത്. രക്ഷാപ്രവർത്തകരെന്ന വ്യാജേനയാണ് മോഷ്ടാക്കൾ ദുരന്തഭൂമിയിലേക്ക് കടന്നുകൂടുന്നത്. മനുഷ്യ ശരീരങ്ങൾക്കായി നടത്തുന്ന തിരച്ചിലിനിടെ കണ്ടെത്തുന്ന സ്വർണവും പണവും ലക്ഷ്യമിട്ടാണ് ഇവർ എത്തുക. ഇതര സംസ്ഥാനക്കാരാണ് ഇതിനു പിന്നിൽ. സംശയാസ്പദമായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തന മേഖലയിലും അടച്ചുപൂട്ടിയ വീടുകൾക്ക് സമീപവും മറ്റും കാണുന്നവരെ നിരീക്ഷിക്കാൻ മേപ്പാടി പോലീസ് മുന്നറിയിപ്പ് ഇതിനോടകം നൽകിക്കഴിഞ്ഞു. മോഷ്ടാക്കളുടെ സാന്നിധ്യം ഉറപ്പിച്ചതോടെ കർശന നിരീക്ഷണമാണ് പോലീസ് നടത്തുന്നത്. ചൂരൽമലയിലെ പല വീടുകളിലും ഇത്തരം മോഷണ ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി പോലീസ് പറയുന്നു. മൊഴി കൊടുക്കാൻ ആരുമില്ലാത്തതിനാൽ പല കേസുകളിലും എഫ്ഐആർ ഇടാൻ സാധിച്ചിരുന്നില്ല. പോലീസ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലെ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം നടന്നു. പട്ടാളവും പോലീസും ഉൾപ്പെടെ മുഴുവൻ സമയവും ഉള്ളയിടത്താണ് മോഷണം നടന്നിരിക്കുന്നത്. ചൂരൽമല സ്വദേശി ഇബ്രാഹിമിന്റെ വീട്ടിലാണ് മഹാദുരന്തത്തിനിടെ മോഷണം നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിലും മുറികളുടെ വാതിലും കുത്തിത്തുറന്നായിരുന്നു ഇത്. അതേസമയം ഇബ്രാഹിമിന്റെ വീട്ടിൽ നിന്നും തുച്ഛമായ തുകയാണ് മോഷണം പോയതെന്ന് പോലീസ് അറിയിച്ചിരുന്നു. സംഭവത്തിൽ മേപ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്.